سلام على عباده الذين اصطفى أما بعد إن أريد إلا الإسلام استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والذين اتقوا فوقهم يوم القيامة صدق الله مولانا العلي الذي ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദരലി ശഹാബ് തങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വരുന്നു. ഉലൂ തക്ബീർ ഉലൂ തക്ബീർ ഉലൂ തക്ബീർ ഉലൂ തക്ബീർ. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയമുള്ള മുഅ്മിനുകളെ, അൽഹംദുലില്ലാ, ഈ മനോഹരമായ 90ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ അസ്തമയ സൂര്യനോടടുത്ത് നിൽക്കുമ്പോൾ കിഴക്കിന്റെ വെനീസാകുന്ന ആലപ്പുഴ ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ 20 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് കടപ്പുറത്ത് സമസ്തയുടെ 70ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഒരു ഓർമ്മയിലേക്ക് നിങ്ങളുടെ മനസ്സുകളെ ഞാൻ കൊണ്ടുപോവുകയാണ്. കോഴിക്കോട് കടപ്പുറത്തെ അത്ഭുതത്തിന്റെ അലമാലത്തിന്റെ അലയൊലികൾ തീർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തയുടെ 70ാം വാർഷിക മഹാസമ്മേളനം നടക്കുമ്പോ ആ 70ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ പഠന ക്യാമ്പിലേക്ക് ഒരുപാട് ആലിമീങ്ങൾ, സാദാത്യങ്ങൾ, സയ്യിദന്മാർ പഠന ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോ അൽഹംദുലില്ലാ, സാധാരണ സമാപന ദിവസത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വരാറുള്ള ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദഹു അവർകൾ വളരെ വേഗം ആ ക്യാമ്പിലേക്ക് കടന്നു വന്നു. ക്യാമ്പ് മുഴുവനും നിശബ്ദമായി. എല്ലാ ജനങ്ങളും എഴുന്നേറ്റ് നിന്നു. എന്തിനായിരിക്കും ബഹുമാനപ്പെട്ടവരിപ്പോ കടന്നു വന്നത്? വളരെ അത്ഭുതത്തോടുകൂടി ജനം നോക്കി നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദഹു അവർകൾ ആ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിപ്പോ വരുന്നതും മമ്പുറം മഖാമിന്റെ സിയാറത്ത് കഴിഞ്ഞിട്ടാണ്. ഇവിടുന്ന് 90ാമത് വർഷത്തിന് വന്നിരിക്കുന്ന നിങ്ങളോട് പറയുന്നു, 20 വർഷത്തിന് മുമ്പ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദഹു അവരുടെ സമ്മേളനത്തിന്റെ സമാപന ജീവിതത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ സന്ദർശനത്തിൽ ബഹുമാനപ്പെട്ടവരാ ജനങ്ങളോട് പറയാണ്, ഞാൻ മമ്പുറം മഖാമിൽ നിന്ന് വരികയാ. നമ്മളിപ്പോഴുള്ളത് വരയ്ക്കൽ മുല്ലക്കോയ തങ്ങളുടെ മഖാമിൽ ഫാത്തിഹ ഓതിയിട്ട. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, പട്ടിണിയും പരിവട്ടവുമായി പ്രിയപ്പെട്ട തഖ്വ കൊണ്ട് പടുത്തുയർത്തിയ പ്രിയപ്പെട്ട ഉലമാക്കൾ പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനത്തിനെ വേദനിപ്പിക്കാതെ, നോവിപ്പിക്കാതെ അതിന്റെ സമ്മേളനങ്ങൾ നിങ്ങൾ വിജയിപ്പിക്കണമേ എന്ന് ആവേശത്തോടുകൂടി ആ ബഹുമാനപ്പെട്ടവർ പറഞ്ഞപ്പോ ആ വാക്കുകളെ ഒരു 70ാം വാർഷിക സമ്മേളനത്തിൽ മാത്രമല്ല, എന്റെ പ്രിയമുള്ളവരെ, 90 അല്ല 1000 വാർഷികം നടന്നാലും ആ വാർഷികം മുഴുവനും ലോകം കാണുന്ന ഏറ്റവും വലിയ മഹാത്ഭുതത്തിന്റെ കൂട്ടത്തിൽ സമസ്തയുടെ സമ്മേളനം എന്നും ഉണ്ടായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഒറ്റ കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സമയമേറെ വൈകി, തീരെ നമുക്ക് സമയമില്ല. നമ്മുടെ നേതാക്കന്മാരൊക്കെ സദസ്സിലെത്തി കഴിഞ്ഞു. ആത്മീയ വിശുദ്ധി എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ ഒരുപാട് പ്രമേയം ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്, ഒരുപാട് നേതാക്കളുണ്ട്. എന്നാൽ ആണത്തത്തോടെ, ഇസ്സത്തോടെ, ആത്മാർത്ഥതയോടെ ആത്മീയ വിശുദ്ധി എന്ന് പറയുന്ന ഒരു പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടെ ഇതുപോലെ ഒരു സമ്മേളനം നടത്താൻ എന്റെ പ്രിയപ്പെട്ടവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്കല്ലാതെ ലോകത്തൊരു പ്രസ്ഥാനത്തിന് കഴിയില്ല എന്ന് ആലപ്പുഴ വീണ്ടും വീണ്ടും ആവേശത്തോടെ വിളിച്ചു പറയുകയാണ്. ഈ ആവേശം, ആത്മീയത അലനിൽക്കുന്ന നമ്മുടെ ഹൃദയാന്തരത്തിൽ എന്നും ഉറച്ചിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സദസ്സിന്റെ പ്രാർത്ഥനയിലും യാസീനിലും നമുക്ക് പങ്കുചേരാം. അള്ളാഹു തന്ന ജീവിതത്തിലെ ഈ വലിയ ഭാഗ്യം, അൽമർഉ മഅ മൻ അഹബ്ബ എന്ന നാളെ അള്ളാഹുവിന്റെ സ്വർഗീയ ആരാമത്തിൽ മഹാന്മാർ ഒരുമിച്ച് കൂടുമ്പോ ആ സ്വർഗീയ നിലാവിലേക്ക് നമ്മൾ ക്ഷണിക്കുന്ന ഒരു സംഗമമാക്കി അള്ളാഹു മാറ്റട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാന